വേങ്ങപ്പറ്റ CSI സഭയുടെ സഭാദിന വാർഷികത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ സഭയിലെ യുവജനങ്ങളുടെ ദൃശ്യകലാവിരുന്ന് ഉടൻ തന്നെ ആരംഭിക്കുന്നു. നമ്മുടെ സഭാംഗവും ഇപ്പോൾ വള്ളിയൂർ CSI സഭാ ശുശ്രൂഷകനുമായിരിക്കുന്ന വന്ദ്യനായ ഷുബു അച്ഛൻ്റെ പ്രാർത്ഥനയോടെ ഈ കലാപരിപാടികൾ ആരംഭിക്കുന്നു. വന്ദ്യനായ അച്ഛനെ ആദരപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചോളൂ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യയിലാണ് നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. വേങ്ങപ്പറ്റ CSI ഇടവകയുടെ സഭാവാർഷികവുമായി ബന്ധപ്പെട്ട് ഈ സന്ധ്യയെങ്കിൽ ആലയത്തിലെ യുവതി യുവാക്കളുടെ ദൈവം നൽകിയിരിക്കുന്ന കലാവിരുതുകൾ വളരെ ഭംഗിയായി അതിനെ ക്രമീകരിച്ച് അതിനാവശ്യമായ ചിട്ടപ്പെടുത്തലുകളൊക്കെ നടത്തി നല്ലൊരു പ്രോഗ്രാമായി ഇവിടെ അവതരിപ്പിക്കുവാൻ അവർ ഒരുങ്ങിയിരിക്കുന്ന ഈ പ്രത്യേക സമയത്തിൽ ഗോൾഡൻ പാരഡൈസ് എന്ന് പേർ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രസ്തുത പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാൻ എനിക്ക് ഒരു അവസരം ലഭിച്ചത് വളരെ ശ്രേഷ്ഠമായിട്ട് ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും ഈ പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിച്ച ഇടവക അധ്യക്ഷനായിരിക്കുന്ന സ്നേഹമുള്ള ക്രിസ്റ്റഫർ സുവിശേഷകരോടുള്ള പ്രത്യേകമായ നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം ഈ കലാവിരുന്നുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ, എന്നാണ് ഞാൻ വരേണ്ടുന്നത്? അപ്പോൾ അച്ഛനിങ്ങനെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വ്യാഴാഴ്ച വരാം. കാരണം കലാവിരുന്നുകൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളവയാണ്. പ്രത്യേകിച്ചും ഒരുപാട് 10,000-കണക്കിന് രൂപയൊക്കെ മുടക്കി നാം പല പ്രോഗ്രാമുകളും നടത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഇടവകയിലെ തന്നെ യുവതി യുവാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കലാപരമായ കഴിവുകൾ വികസിപ്പിച്ചെടുത്ത് ഇന്ന് ഇപ്രകാരം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവർ മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഞാൻ മനസ്സിലാക്കുന്നു, വളരെ ലെങ്തിയായ ഒരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി അതിന് നല്ലൊരു ആങ്കറിങ് വ്യക്തിയെയൊക്കെ കണ്ടെത്തി ഒരുപാട് ഒരുക്കങ്ങൾ വളരെ ക്രമീകൃതമായിട്ട് ചെയ്ത് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2015 ഡിസംബർ മാസത്തിൽ കോവളം എക്യുമെനിക്കൽ ക്ലർജി ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രിസ്മസ് പ്രോഗ്രാമിന് ഒരു കലാപരിപാടി സംഘടിപ്പിക്കുവാൻ ഞാൻ പലരെയും സമീപിച്ചപ്പോൾ വളരെ ഉയർന്ന തരത്തിലുള്ള പ്രതിഫലമൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രതിഫലം കൊടുത്തൊന്നും നമ്മുടെ ഇടവകകളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ ഒരുപാട് സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഈ ആലയത്തിലെ ചുറുചുറുക്കുള്ള വളരെ അർപ്പണ മനോഭാവമുള്ള യുവജനങ്ങൾ നല്ല കലാസൃഷ്ടികളുമായി മുന്നോട്ട് വന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രസംഗം കേൾക്കുവാനല്ല നിങ്ങളാരും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. വരുന്ന ഞായറാഴ്ച പ്രസിദ്ധീകരിക്കുവാൻ പോകുന്ന സുവനീറുമായി ബന്ധപ്പെട്ട് എന്നോടൊരു ലേഖനം എഴുതുവാൻ പറഞ്ഞു. ഞാനൊരു ലേഖനത്തിന് അതിൻ്റെ വിഷയമൊക്കെ കണ്ടെത്തി ഞാനതിന് കുറച്ച് എഴുതി. പക്ഷേ എനിക്ക് പൂർത്തീകരിക്കുവാനോ അത് കൊടുക്കുവാനോ കഴിഞ്ഞില്ല. എങ്കിലും ഈ വേളയിൽ എനിക്കത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇവിടെ ഇരിക്കുന്ന പലരുടെ കയ്യിലും ബൈബിളുണ്ട്, പക്ഷെ വെളിച്ചമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എടുക്കണ്ട. രാജാക്കന്മാരുടെ
ഒന്നാം പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ആ വാക്യം ഓർത്തിരിക്കുവാൻ ഒരു എളുപ്പമുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-3 ഇരട്ടി 3-ാം അധ്യായം, 3-3 ഇരട്ടി 9-ാം വാക്യം. അപ്പോ 1 രാജാക്കൾ 3-ാം അധ്യായം 9-ാം വാക്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്: ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള ഒരു കൃപ എനിക്ക് തരണമേ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് യഹോവയ്ക്ക് വേണ്ടി വലിയൊരു ദൈവാലയം പണിയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് ദൈവദത്തമായി ലഭ്യമായ രാജ അധികാരത്തെ വിനിയോഗം ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ശലോമോൻ കഴിക്കുന്ന പ്രാർത്ഥനയാണത്. ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള ഒരു വലിയ കൃപ എനിക്ക് നൽകണമേ. ഇന്ന് ഉച്ചയ്ക്ക് ടെലിവിഷനിൽ വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്: ജിഷയുടെ ഘാതകനെ പിടികൂടി. ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് പത്രമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ്. ജിഷയുടെ ഘാതകനെ ഇന്ന് പിടികൂടിയെന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് വാർത്തയിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. വർത്തമാന പത്രങ്ങൾ നാം നോക്കുമ്പോൾ മകനെ കാട്ടിലുപേക്ഷിച്ചു പോകുന്ന പിതാവ്, സഹോദരങ്ങളുടെ സ്നേഹം ഓർമ്മിക്കാതെ വളരെ മൃഗീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഗുണവും ദോഷവും നന്മയും തിന്മയും സത്യവും മിഥ്യയും നേരും കള്ളവും ഒന്നും വേർതിരിച്ചറിയുവാൻ കഴിയാതെ അന്ധതയിൽ അകപ്പെട്ടു പോകുന്ന സമൂഹം. ആ സമൂഹത്തിന്റെ മധ്യേ ശലോമോൻ പറയുന്ന ഈ പ്രാർത്ഥനയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ദൈവമേ, ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള ഒരു കൃപ എനിക്ക് നൽകണമേ. ഞാൻ എൻ്റെ ആലയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്. അവന് ബുദ്ധി കൊടുക്കണമേ, അവൾക്ക് ബുദ്ധി കൊടുക്കണമേ, അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ, പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും A+ കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ദൈവമേ, എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവമേ, എൻ്റെ മകന്, ദൈവമേ എൻ്റെ സഹോദരന്, ദൈവമേ എൻ്റെ പിതാവിന്, മാതാവിന്, എൻ്റെ കൂട്ടുവിശ്വാസിക്ക് ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള കൃപ കൊടുക്കണമേ. ഇന്നൊരു മേഖലയിലും ഇത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അത് ആത്മീക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും കലാസാംസ്കാരിക മേഖലകളായാലും ഇത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ കാതുകളിൽ കൂടെ കയറി മനസ്സുകളിൽ ഇടം പിടിച്ച ഒരു സിനിമാ ഗാനത്തിന്റെ വരികൾ ഇങ്ങനെയാണ്: കാനന ഛായയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അതിന് മറുപടി പറയുന്നത്: പാടില്ല പാടില്ല, പാടി നമ്മെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇത് പഴയ തലമുറയിലെ പാട്ടാണ്. ഈ കാലഘട്ടത്തിലെ പാട്ടെന്താണ്? ഡാഡിയും മമ്മിയും വീട്ടിലില്ല, വേറെ ആരുമില്ല, നീ വാ നമുക്ക് ഇഷ്ടം പോലെയൊക്കെ പ്രവർത്തിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഒരു തലമുറയ്ക്ക് മുൻപ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിൽ പോലും ശരിയും തെറ്റുമേതെന്ന് വേർതിരിച്ചറിയുവാൻ കഴിയുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യന് വിദ്യാഭ്യാസം കൂടിയെന്ന് പറയുമ്പോൾ, ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വളർച്ച നേടിയെന്ന് പറയുമ്പോൾ, സൗരയൂഥത്തിന് പുറത്തു പോലും ജീവന്റെ കണികകൾ കണ്ടെത്തിയെന്ന് ഇന്നത്തെ പത്രത്തിലൂടെ നാം വായിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ ശരിയേത് തെറ്റേതെന്ന് അറിയുവാൻ കഴിയാത്ത അനുഭവത്തിലാണ്. വിദ്യാഭ്യാസം കുറഞ്ഞ കാലഘട്ടത്തിൽ, കുറെ കൂടെ അപരിഷ്കൃതം എന്ന് പറയുന്ന മുൻ കാലഘട്ടത്തിൽ ആളുകൾ പറയുകയാണ്: കാനനച്ചായയിൽ ആടുമേക്കാൻ നീ ഇപ്പൊ വരണ്ട, പിന്നെ ഒരിക്കൽ ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഇന്ന് ആ സ്ഥാനത്ത് പറയുകയാണ്: ഡാഡിയും മമ്മിയും ഒന്നും വീട്ടിലില്ല, നീ വാ എന്ന്. പ്രിയമുള്ള എന്നെ കേൾക്കുന്ന കലാസ്നേഹികളെ, കലാവിരുന്നുകളായാലും ഏത് ആത്മീകമായ പ്രഭാഷണങ്ങളായാലും ഏത് കൂട്ടായ്മകളായാലും ശലോമോന്റെ പ്രാർത്ഥന അർത്ഥവത്താണ്. ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ
ശരിയും തെറ്റും തിരിച്ചറിയുവാൻ, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ, നല്ലതും ചീത്തയും തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. ശലോമോൻ പ്രാർത്ഥിക്കുന്നത്, യഹോവയായ ദൈവമേ, ഈ ഒരു വലിയ ജനത്തെ നയിക്കുവാൻ, ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ കഴിയുന്ന വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഗോൾഡൻ പാരഡൈസ് എന്ന് പറയുന്ന കലാസൃഷ്ടി സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ മുൻപാകെ ദൈവനീതിയും ദൈവിക ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ, മാനുഷിക ജീവിതങ്ങളിൽ മാനുഷിക മൂല്യങ്ങളിൽ ശരി തെറ്റുകളെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ അനുഭവമായി തീരട്ടെ. ഈ കലാവിരുന്നിലൂടെ അനേക ഹൃദയങ്ങളിൽ ദൈവസ്നേഹം പ്രതിധ്വനിക്കട്ടെ. ഈ കലാവിരുന്നിലൂടെ ദൈവിക സത്യസന്ധതയും ദൈവവിശ്വാസത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളും ഉജ്ജ്വലിച്ച് ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സകലതിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന കർത്താവേ, ഈ അനുഗ്രഹീതമായ നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. വേങ്ങപ്പെട്ട CSI ഇടവകയിൽ അങ്ങ് നൽകിയിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കുമായി നന്ദി പറയുന്നു. സമൂഹത്തിൻ്റെ മുമ്പേ, മനുഷ്യരുടെ മനസ്സാക്ഷികളുടെ മുമ്പാകെ ശരിയും തെറ്റും, ഗുണവും ദോഷവും, നന്മയും തിന്മയും തിരിച്ചറിയുവാൻ, ബോധ്യപ്പെടുവാൻ കഴിയുന്നു കലാവിരുന്നുകൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെടുവാൻ, അത് എല്ലാവരുടെയും ജീവിതത്തിന് ദൈവികമായ ആത്മാംശമുള്ള നല്ലൊരു അനുഭവമായിരിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഇടവക അധ്യക്ഷനായി സ്തോത്രം, ഇടവക സെക്രട്ടറിക്കായി സ്തോത്രം, കമ്മിറ്റി അംഗങ്ങൾക്കായി സ്തോത്രം, യുവജനങ്ങൾക്കായി നന്ദി പറയുന്നു. കടന്നു വന്നിരിക്കുന്ന ആസ്വാദകരെ, ഈ ശബ്ദപരിധിക്കുന്നതായിരിക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ നന്മയും തിന്മയും ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള കൃപ സകലരുടെ വേഗം അവിടെ പകരണമേ. ഇപ്പോൾ നാഥ, ഞങ്ങളെ തന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധ പിതാവേ, ആമേൻ.